സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഡീഗോ ഗാർഷ്യ ദ്വീപിന്റെ ചിത്രമാണ് ഇത്. ഇറാന്റെ മിസൈൽ ഇവിടേക്ക് എത്തിയത് ട്രംപിനെ വല്ലാതെ പേടിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ എല്ലാം നിർത്താമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രംപ്. ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇറാനെ ഇപ്പോൾ തകർത്ത് കളയാമെന്നായിരുന്നല്ലോ ട്രംപിന്റെ അവകാശവാദം. പക്ഷേ ഇറാന്റെ തിരിച്ചടിയും പ്രതിരോധവും ട്രംപിന്റെ ചിന്തകൾക്ക് അപ്പുറമായി മാറുകയാണ്. ഡീഗോ ഗാർഷ്യ ആ തന്ത്രപ്രധാന ദ്വീപിലേക്ക് ഇറാൻ മിസൈൽ എത്തിയത് ട്രംപിന്റെ നിലപാട് മാറ്റത്തിനുള്ള പെട്ടെന്നുള്ള കാരണമാണ്. ഇത്രയും ദൂരം മറികടന്ന് ഇറാൻ മിസൈൽ എത്തുമെന്ന് ട്രംപോ കൂട്ടാളികളോ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് അമേരിക്കയ്ക്ക് തന്നെ സുരക്ഷാ ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഉദ്ദേശിച്ച നേട്ടങ്ങളെല്ലാം കൈവരിച്ചു എന്ന ന്യായം പറഞ്ഞ് സൈനിക നീക്കം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ആലോചന എന്നാണ് വിലയിരുത്തൽ. പരസ്പര വിരുദ്ധ നിലപാടുകളുടെ ആശാനായ ട്രംപ് ഈ നിലപാടിൽ എത്ര സമയം തുടരുമെന്നറിയില്ല. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ചുമതല അമേരിക്കയല്ല, മറിച്ച് ആ പാത ഉപയോഗിക്കുന്ന മറ്റ് രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്നും ട്രംപ് പറയുന്നു. അതായത് ഹോർമൂസ് പിടിച്ചെടുക്കാൻ തങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറയാതെ പറയുകയാണ് ട്രംപ്. പക്ഷേ ഇറാനെതിരായ സൈനിക നീക്കം 3 ആഴ്ച പിന്നിടുമ്പോൾ എല്ലാം തൻ്റെ കൈകളിൽ നിന്ന് പോകുന്നു എന്ന പ്രതിസന്ധിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തന്നെ പറയാം. സംഘർഷവുമായി ബന്ധപ്പെട്ട ഒന്നും തങ്ങളുടെ കയ്യിലല്ല എന്ന് തിരിച്ചറിയുകയാണ് ട്രംപും കൂട്ടരും. എല്ലാം ഇറാന്റെ തന്ത്രങ്ങളും പദ്ധതിയും അനുസരിച്ചാണ് നീങ്ങുന്നത് എന്നുള്ളതും അവർ മനസ്സിലാക്കുകയാണ്. ഇറാന്റെ കാര്യത്തിൽ നെതന്യാഹു തന്നെ കുഴിയിൽ ചാടിച്ചു എന്ന വികാരവും ട്രംപിനുണ്ട് എന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ 4 സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ട്രംപിന്റെ നിലപാട് മാറ്റത്തിന്റെ ഏറ്റവും പെട്ടെന്നുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത് തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യയിലേക്കുള്ള ഇറാന്റെ ആക്രമണമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാന്റെ ഈ നീക്കം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സൈനിക വെല്ലുവിളിയല്ല, മറിച്ച് അതൊരു വലിയ സുരക്ഷാ ഭീഷണിയാണ്. ലോകത്തെവിടെ യുദ്ധം നടന്നാലും അമേരിക്കൻ സേന സുരക്ഷിതമായി തങ്ങുന്നതും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും ഡീഗോ ഗാർഷ്യയിൽ നിന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നടുവിലുള്ള ഈ ദ്വീപിനെ ആരും ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പിലായിരുന്നു ഇതുവരെ അമേരിക്ക ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാന്റെ മിസൈലുകൾ അവിടെ എത്തിയത് ആ സുരക്ഷാ ബോധത്തെയാണ് തകർത്തത്. ഇറാനിൽ നിന്ന് 4000 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ ഡീഗോ ഗാർഷ്യയിലേക്ക്. ഇറാന്റെ പക്കൽ ഇത്രയും ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും കരുതിയിരുന്നില്ല. ഇത് അമേരിക്കയുടെ പ്രതിരോധ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും മാരകമായ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഡീഗോ ഗാർഷ്യ ദ്വീപിലാണ്. ഒരു വിമാനത്തിന് ഏകദേശം $200 കോടി വിലയുണ്ട്. ഒരു മിസൈൽ പതിച്ചാൽ പോലും അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക സൈനിക നഷ്ടം അതുകൊണ്ട് തന്നെ ഉണ്ടാകും. ഡീഗോ ഗാർഷ്യയിൽ മിസൈൽ എത്തിയെങ്കിൽ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഏത് അമേരിക്കൻ താവളവും തകർക്കാൻ ഇറാന് കഴിയുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ അയക്കാൻ ഇറാന് സാധിച്ചുവെങ്കിൽ അവരുടെ മിസൈൽ സാങ്കേതികവിദ്യ അത്ര വേഗം വളരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ്. ഇത് ഭാവിയിൽ അമേരിക്കയിലെ നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ ഇറാൻ വികസിപ്പിച്ചേക്കാമെന്ന പേടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളെ വഴിതിരിച്ചുവിടാനോ തകർക്കാനോ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായി കഴിഞ്ഞില്ല എന്നതും മറ്റൊരു തിരിച്ചറിവാണ്. ഇത് അമേരിക്കയുടെ സ്വന്തം മണ്ണിലെ പ്രതിരോധ കവചങ്ങളെക്കുറിച്ചും സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇത് അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ഒരുപോലെ ഭയപ്പെടുത്തുകയാണ്. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പടരുന്നത് ആഗോളതലത്തിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ സാഹചര്യം. ചുരുക്കത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം പോലും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവാണ് ട്രംപിനെ വേഗത്തിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ 3 പ്രതിസന്ധികളാണ് ട്രംപിന് മുന്നിൽ തുറച്ചു നോക്കുന്നത്. 1, ആഗോള എണ്ണവില കുതിച്ചു വരുന്നു. 2, സഖ്യകക്ഷികളിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥ. 3, ചെറിയ സൈനിക നീക്കം എന്ന് പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ 3 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. വലിയ സാമ്പത്തിക ബാധ്യത സംഘർഷം വരുത്തിവെക്കുന്നു. ഇതാണ് ട്രംപിന് മുന്നിലെ പ്രതിസന്ധികൾ. പ്രത്യേകിച്ചും അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം കൂടി ഉള്ളപ്പോൾ ട്രംപിന് എല്ലാം അവസാനിപ്പിച്ചേ മതിയാകൂ എന്നൊരു അവസ്ഥയുണ്ട്. ഹോർമൂസിനെ ഇറാനിൽ നിന്ന് പിടിച്ചെടുക്കാൻ കൂട്ടുവിളിച്ചിട്ട് ആരും വരാത്തതിനെ തുടർന്ന് നാറ്റോ രാജ്യങ്ങളോട് ട്രംപ് കട്ടക്കലിപ്പിലാണ്. നാറ്റോ രാജ്യങ്ങളെ ഭീരുക്കൾ എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ വിളിച്ചത്. എന്നാൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നോക്കിയ ട്രംപിന് നാറ്റോ രാജ്യങ്ങൾ പണി കൊടുത്തതാണെന്നുള്ള വിലയിരുത്തലും ചില അമേരിക്കൻ അനുകൂല നിരീക്ഷകർ നടത്തുന്നുണ്ട്. എന്തായാലും ഹോർമൂസിൽ ഇപ്പോഴും ഇറാൻ ശക്തമായ സ്വാധീനം തുടരുകയാണ്. അമേരിക്കയ്ക്ക് അങ്ങോട്ട് എത്തി നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഹോർമൂസുമായി ബന്ധപ്പെട്ട പുതിയ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ
അവരുടെ കപ്പലുകൾക്ക് സ്വന്തമായി സുരക്ഷ ഒരുക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അമേരിക്കൻ സൈന്യം അവിടെ കാവൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ അതിൻ്റെ ചെലവ് വഹിക്കണം. അമേരിക്കയ്ക്ക് സ്വന്തമായി എണ്ണയുണ്ട്, മറ്റാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അമേരിക്കൻ സൈനികരുടെ ജീവന അപകടത്തിലാക്കാൻ താല്പര്യമില്ല എന്നാണ് ട്രംപ് ഇതിന് വിശദീകരിക്കുന്നത്. സത്യത്തിൽ ഹോർമൂസ് പിടിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ ജാള്യത ട്രംപിൻ്റെ ഈ വാക്കുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഹോർമൂസ് പിടിച്ചെടുക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് കരസേന അയക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ ചെയ്താൽ തന്നെ ഹോർമൂസ് പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം അത്രമാത്രം ഇറാൻ സൈന്യം ആ മേഖലയിൽ ശക്തമാണ്. ഇതെല്ലാം ട്രംപിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഹോർമൂസിലേക്ക് അമേരിക്കയുടെ സൈനിക നീക്കമുണ്ടായാൽ ഉടൻ ഹൂതികൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും ചെങ്കടലിലെ ബാബ് അൽ മൻദേബ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്യും. അതാണ് മറ്റൊരു സാഹചര്യം. അതായത് ട്രംപും നെതന്യാഹുവും ഹോർമൂസ് കുരുക്കിൽ പെട്ടുകിടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതല്ല എന്ന് വരുത്തി തീർക്കാൻ ട്രംപ് എത്ര ശ്രമിച്ചാലും കഴിയാത്ത സ്ഥിതിയുമാണ്. മൂന്നാമത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇറാൻ തുടരുന്ന തന്ത്രപരമായ തിരിച്ചടികളാണ് അത്. ഇറാനെതിരായ നീക്കം സൈനികമായി വിജയിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചാണ് ഇതെല്ലാം അവസാനിപ്പിക്കാമെന്ന് ട്രംപ് പറയുന്നത്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കുന്നു. മേഖലയിലുടനീളം മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ഗൾഫിലെ എണ്ണവാതക വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ശക്തമായി പ്രതിരോധം തീർക്കുന്നു. അപ്പോൾ പിന്നെ സൈനിക വിജയം ട്രംപ് എങ്ങനെ അവകാശപ്പെടും എന്നതാണ് ചോദ്യം. ഹോർമൂസ് അടച്ച് ഗൾഫിലെ എണ്ണ വിതരണം തടസ്സപ്പെടുത്തുന്ന ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് തുടർച്ചയായ ആക്രമണം നടത്തി അമേരിക്കൻ കേന്ദ്രങ്ങൾ വലിയ നാശനഷ്ടവും വരുത്തുന്നു. മാത്രമല്ല, ഗൾഫിൽ അസ്ഥിരതയും ഉണ്ടാക്കുകയാണ്. ഇറാൻ്റെ മുൻനിര നേതാക്കളെ വധിച്ച് അവരുടെ കമാൻഡ് സ്ട്രക്ചറിൽ വിള്ളൽ വീഴ്ത്താനാണ് ഇസ്രയേലിനെ ഉപയോഗിച്ച് ട്രംപ് ശ്രമിച്ചത്. പക്ഷേ അത് ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് കാഴ്ച. ഇറാൻ അവർ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ തിരിച്ചടികൾ തുടരുകയാണ്. കണ്ണിന് കണ്ണ് എന്ന നിലപാടാണ് ഇറാൻ ഇപ്പോഴും തുടരുന്നത്. അതിൽ നിന്ന് അവർക്ക് മാറേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഒരു ഓപ്പറേഷനും അവരുടേത് പാളിയിട്ടില്ല. തങ്ങളുടെ സൗത്ത് പാഴ്സ് എണ്ണപ്പാടം ആക്രമിച്ചപ്പോൾ തിരിച്ച് അമേരിക്കയ്ക്ക് കൂടി പങ്കാളിത്തമുള്ള ഖത്തറിലെ പ്രകൃതിവാതക പ്ലാന്റ് ആക്രമിച്ചാണ് ഇറാൻ തിരിച്ചടിച്ചത്. മാത്രമല്ല, കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണ ശാലയിലേക്കും ആക്രമണം നടത്തി. ഇതോടെ സൗത്ത് പാഴ്സ് ഇനി ആക്രമിക്കില്ല എന്ന് ട്രംപ് നേരിട്ട് വന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നു. അതായത് തങ്ങളുടെ ഏത് ഭാഗത്തേക്കുണ്ടാകുന്ന ആക്രമണത്തെ തന്ത്രപരമായി എങ്ങനെ നേരിടണമെന്ന് ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അജണ്ടകൾ അത് അവർ കൃത്യമായി പാലിക്കുകയാണ്. അതായത് തങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ആക്രമണം നടത്തിയാൽ തങ്ങൾ ഈ സ്ഥലത്തേക്ക് ആക്രമണം നടത്തും എന്നുള്ള കാര്യം ഇറാൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്നർത്ഥം. ഇറാൻ്റെ ഓരോ തിരിച്ചടികളെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാലേ നമുക്കത് മനസ്സിലാക്കാനും പറ്റും. ഇനി നാലാമത്തെ സാഹചര്യത്തേക്ക് വന്നാൽ അതെന്തെന്ന് വെച്ചാൽ ഇറാൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു എന്നതാണ്. ഇറാൻ്റെ സൈനിക ശക്തി കുറച്ചു കണ്ടതും അവരുടെ മുന്നൊരുക്കങ്ങൾ കണക്കിലെടുക്കാത്തതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാൻ നടത്തുന്ന തിരിച്ചടികളുടെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ കൃത്യമായ ഒരു ആസൂത്രണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് അവരുടെ സൈനിക വിദഗ്ധരും യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നു. ഈ തിരിച്ചടി ട്രംപ് ഭരണകൂടത്തിൻ്റെ ചിലർക്ക് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു. നിലനിൽപ്പിൻ്റെ പോരാട്ടമായി ഇറാൻ ഈ സംഘർഷത്തെ കാണുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ട്രംപിന് തെറ്റായ ധാരണ ഉണ്ടായിരുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഹോർമൂസിൻ്റെ കാര്യത്തിലും ഗൾഫിലേക്കുള്ള ഇറാൻ്റെ തിരിച്ചടികളുടെ കാര്യത്തിലും ട്രംപ് ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പൂർണ്ണമായും തെറ്റി. ഇറാൻ അവസാന ആയുധമായി ഹോർമൂസ് ഉപയോഗിക്കുമെന്നാണ് ട്രംപ് വിചാരിച്ചത്. അതിനു മുമ്പ് തന്നെ ഇറാനെ തറപറ്റിക്കാൻ കഴിയുമെന്നാണ് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചത്. എന്നാൽ ഇറാൻ ഹോർമൂസിനെ ആദ്യമേ തന്നെ ആയുധമായി ഉപയോഗിച്ചതോടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും തെറ്റി. മാത്രമല്ല, ഇറാൻ നേതൃത്വത്തെ ഇല്ലാതാക്കിയാൽ അവരുടെ തിരിച്ചടിയുടെ ആഘാതം കുറയുമെന്ന വിലയിരുത്തലുകളും തെറ്റി. ഇതെല്ലാം കൊണ്ട് തന്നെ ട്രംപിൻ്റെ മാഗ പ്രസ്ഥാനം, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനത്തിന് മേലുള്ള അദ്ദേഹത്തിൻ്റെ പിടി അയയുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്. ട്രംപിൻ്റെ വിജയത്തിൽ നിർണായകമായ ഒരു പ്രസ്ഥാനമാണ് മാഗ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്മേൽ ട്രംപിൻ്റെ പിടി അയയുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രമുഖ ആളുകൾ ഇറാനെതിരായ സംഘർഷത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയത് ട്രംപിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇന്ധന ഗ്യാസ് വില കൂടുന്നതാണ് മാഗക്കാരെ പ്രകോപിപ്പിക്കുന്നത്. ട്രംപ് പിടിച്ചു നിൽക്കാൻ നിർണായകമായ ഒരു നീക്കം നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിക്കുമെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നൽകുന്ന സൂചന. ഇതിനുവേണ്ടിയാണ് കൂടുതൽ സൈനിക നീക്കം ഈ മേഖല കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്നത് എന്നാണ് റോയിറ്റേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിരക്കണക്കിന് മറീനുകളെയും നാവികരെയും കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുന്നു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് ഹോർമൂസ് തുറക്കാൻ ഇറാനോട് വിലപേശൽ നടത്താം
എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. അതായത് ഗാർഗ് ദ്വീപ് തിരിച്ചു തരണമെങ്കിൽ ഹോർമൂസ് തുറക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഇറാനെ എത്തിക്കാം എന്നുള്ളതാണ് അമേരിക്ക വിചാരിക്കുന്നത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി പരിമിതമായ സ്ഥലത്തുള്ള ഗാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനുള്ള ഏതൊരു ശ്രമവും വലിയ അപകട സാധ്യത ഉള്ളതാണെന്നാണ് സൈനിക വിദഗ്ധരും മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരും നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കൻ സൈന്യത്തിന് ഇത് വലിയ ആൾനാശമുണ്ടാക്കാം. ഇറാൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശമാണ് ഇറാനിയൻ നഗരമായ ബുഷറിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വെറും 20 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഗാർഗ് ദ്വീപ്. ഇവിടുത്തെ ടെർമിനലിലൂടെയാണ് ഇറാൻ്റെ 90% എണ്ണയും കയറ്റുമതി ചെയ്യുന്നത്. അടുത്തുള്ള ഓഫ് ഷോർ പാടങ്ങളിൽ നിന്ന് പൈപ്പുകൾ വഴിയാണ് ഇവിടേക്ക് എണ്ണ എത്തിച്ച് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രപ്രധാന സ്ഥലത്തെ സംരക്ഷിക്കാൻ ഇറാൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്നും ഹോർമൂസിൽ അത് കണ്ടതല്ലേ എന്നും സൈനിക വിദഗ്ധർ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള നീക്കം നല്ലതല്ല എന്നാണ് ട്രംപ് ഭരണകൂടത്തിനുള്ള അമേരിക്കൻ മുൻ ഉദ്യോഗസ്ഥരുടെ തന്നെ ഉപദേശം. മാത്രമല്ല വലിയ സൈനിക ചെലവിലേക്കും ഈ ഗാർഗ് ദ്വീപുമായി ബന്ധപ്പെട്ട സൈനിക നീക്കം നയിച്ചേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും ഇറാനെതിരായ സൈനിക നീക്കം തുടങ്ങി ആകെ പെട്ട അവസ്ഥയിലാണ് ട്രംപ് എന്ന് തന്നെ വിലയിരുത്താം. അതേസമയം സൈനിക നീക്കം തുടരണമെന്ന നിലപാടിലാണ് നെതന്യാഹു ഇപ്പോഴും ഉള്ളത്. എന്നാൽ ട്രംപ് ടീം ഇതിനോട് യോജിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സാഹചര്യം. അതായത് ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക നീക്കത്തിൽ വലിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് എത്രയും പെട്ടെന്ന് ഈ സംഘർഷ സാഹചര്യം അവസാനിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.